അറിയാതെ ഉറങ്ങിപ്പോകുന്ന കൂട്ടുകാരെ, ഈ മക്കളെ മറന്നുപോയോ? അവരുടെ ഈമാനിന്റെയും ധൈര്യത്തിന്റെയും ഉദാഹരണമാണ് യൂഫ്രട്ടീസ് നദിയുടെ ചാരത്ത് വെച്ച് കൊല ചെയ്യപ്പെടാൻ നേരവും അവരുടെ മനസ്സിലുള്ള അഭിലാഷം എന്താണ്? അസ്സലാ. കാരണം അവരുടെ വലിയുപ്പയാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ. പിന്നെ മെഹബൂബ് കോയെ ഖുദാ ने कहा तो जो चाहे तो क़िबला बदल जाएगा, जो है तेरी रज़ा वो है मेरी रज़ा. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാന ശ്വാസത്തിന്റെ നേരത്തും വിളിച്ചു പറഞ്ഞു, അസ്സലാ അസ്സലാ അസ്സലാ. ആ ഹബീബിനെ മറന്നുപോയോ? ഈമാനുള്ള യുവാക്കളെ, അതുകൊണ്ട് ഈ ചെറിയ മക്കളുടെ ഈമാനിന്റെ പാഠം നമ്മൾ മറന്നുപോവല്ലേ. നിസ്കാരമാണ് അവസാനവും അവരുടെ മനസ്സിലേക്ക് വരുന്നത്. ചുരുക്കി പറയട്ടെ, ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ പട്ടാളം അവരുടെ പിണിയാളുകളാണ് ഈ ഓമന മക്കളെ കൊന്നിട്ട് കഴുത്തറുത്തിട്ട് തല വലിച്ചെറിഞ്ഞിട്ട് തലയെടുത്തു മാറ്റിയിട്ട് ഉടൽ വലിച്ച് യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞില്ലേ? എന്നിട്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ മുമ്പിലേക്ക് ഈ തല കൊണ്ടുപോയി കാണിക്ക വെച്ചില്ലേ? എത്ര വലിയ ദുരന്തമാണ് ഇവിടെ. ഇന്ന് എന്റെ വിഷയത്തിന്റെ സൂചന, ഈ ഓമന മക്കളെയും കൊല ചെയ്തു കളഞ്ഞതാരാണ്? ഈ സമുദായത്തിന്റെ പേരിലുള്ള പട്ടാളമാണ്. ഈമാനിനെയും ഇസ്ലാമിനെയും സംരക്ഷിക്കുന്ന അറിവിന്റെ പരമ്പരകൾ സമുദായത്തിൽ നിന്ന് തന്നെ പ്രയാസം അനുഭവപ്പെടുകയാണ്. മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി റോമിനെതിരെ പടനയിക്കുമ്പോൾ പ്രയാസം അനുഭവിച്ചത് സിറിയയിലെയും ഈജിപ്തിലെയും അതുപോലെയുള്ള രാജ്യങ്ങളിലെ പ്രാദേശിക മുസ്ലിം ഭരണാധികാരികളിൽ നിന്നാണ്. യൂറോപ്യന്മാർ വരെ എഴുതിയ ചരിത്രത്തിൽ കാണാം. സലാഹുദ്ദീൻ അയ്യൂബിക്ക് ഏറ്റവും പ്രയാസം അനുഭവിക്കേണ്ടി വന്നത് ക്രൈസ്തവ റോമിനെതിരെ പടയൊരുങ്ങാനല്ല, സമുദായത്തിന്റെ പേരിലുള്ള ഭരണാധികാരികളെ ഇസ്ലാമിന് വേണ്ടി ഏകോപിപ്പിച്ചു നിർത്താനാണ്. സ്വാർത്ഥംബരികളായ ഭരണാധികാരികൾ അവരുടെ അധികാരം, അവരുടെ നേട്ടം, അവരുടെ സ്വാധീനം, അവരുടെ സ്ഥാനമാനങ്ങൾ, അതിനുവേണ്ടി അവരെ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മതവിചാരത്തിലേക്ക് കൊണ്ടുവന്ന് ഖുദ്സിന്റെ മോചനത്തിലേക്ക് പ്രയാസപ്പെട്ടുകൊണ്ടുവന്ന മഹാനാണ് സുൽത്താൻ സലാഹുദ്ദീൻ. ഇന്ന് മഹാനവറുകളുടെ ചരിത്രത്തിലേക്ക് ഞാൻ തൊടുന്നില്ല. പറഞ്ഞു വന്ന് ചെറിയൊരു തുടർച്ച ഞാൻ പറഞ്ഞുകൊണ്ട് എത്തിക്കുകയാണ്. കണ്ടില്ലേ, മഹാന്മാരായ അഹ്ലുൽ ബൈത്തിലെ രണ്ട് മക്കള്, ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ നേതാവ്, അല്ല ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും നേതാവ്, വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനിശിഖാഖി. തർക്കവിതർക്കങ്ങളോ ഖണ്ഡനമണ്ഡനങ്ങളോ ആവശ്യമില്ല. ഈ ജനതയിൽ സൃഷ്ടിജനങ്ങളിൽ ഏറ്റവും ഉന്നതരാരാണ്? സബ്സെ അഅ്ലാ വ ഔലാ ഹമാരാ നബി, अपने मौला का प्यारा हमारा नबी, दोनों आलम
के दूल्हा हमारा नबी ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ഒരു നേതാവുമില്ല, ഒരു ജേതാവുമില്ല, ഒരു രാജാവുമില്ല, ഒരു പ്രമാണിയുമില്ല, ഒരു കാരണവനുമില്ല. അങ്ങനെയുള്ള നേതാവിന്റെ പൊന്നുമക്കളെയല്ലേ കൊല ചെയ്തു കളയുന്നത്? ഇന്നാ ലില്ലാഹ്. ഇനി ഇങ്ങോട്ട് വന്നാൽ ഇസ്ലാമിക ചരിത്രത്തിന് 10,000-കണക്കിന് മഹാന്മാരെ പറയാനുണ്ട്. ഇസ്ലാമിക ദഅവാ മേഖലയിൽ ആദർശ സംരക്ഷണത്തിന്റെ വഴിയിൽ ഇസ്ലാമിക സമൂഹത്തെ അറിവിന്റെ വഴിയിൽ പ്രചരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വന്ന എല്ലാ ആളുകളും ഈ സമുദായത്തിന്റെ പേരിലുള്ള വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരാളും ഒഴിവില്ലെന്ന് പറയാം. മഹാന്മാരായ 4 മദ്ഹബിന്റെ ഇമാമുകൾ, ഞാൻ അതിലേക്ക് ഇവിടെ കടക്കുന്നില്ല. പരീക്ഷണങ്ങൾ അതിജയിച്ച പണ്ഡിതന്മാരെന്ന പേരിൽ എന്റെ 2 മണിക്കൂർ പ്രസംഗം ഇറങ്ങുന്നുണ്ട്. അതിൽ വിശദീകരിച്ചിട്ടുണ്ട് 4 മദ്ഹബിന്റെ ഇമാമുകൾ അനുഭവിച്ച പ്രയാസങ്ങൾ. സഹോദരങ്ങളെ, കോഴിക്കോട് ജില്ലയിൽ വെച്ച് ഞാൻ സംസാരിച്ചതാണ്. അതിൽ കുറെ അയിമ്മത്തിനെ എണ്ണിയിട്ടുണ്ട്. അവരെ ആരെയും ഇവിടെ ഞാൻ പരാമർശിക്കുന്നില്ല. അപ്പോൾ മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ അവർ നീന്തി കടന്നുപോയത് തീജ്വാലകളാണ്, വിമർശനത്തിന്റെ മുൾപ്പടർപ്പുകളാണ്. എന്നിട്ട് അവരെ എതിർത്തവരെ ആരെയും ലോകത്തിന് ആവശ്യമില്ല. അതേ സമയത്തോ അവരെ ലോകത്തിന് മറക്കാൻ പറ്റൂല. അതും ലോക ചരിത്രത്തിന്റെ ഒരു ഉദാഹരണമാണ്. വിമർശനങ്ങൾ നേരിട്ട ആലിമീങ്ങളെ ലോകത്തിന് മറക്കാൻ പറ്റൂല. വിമർശനങ്ങൾ ഉന്നയിച്ചവരെ ലോകത്തിന് ആവശ്യമില്ല. മഹാനായ അഹ്മദ് ബിൻ നസ്ർ റളിയല്ലാഹു അൻഹുവിനെ മറന്നുപോയോ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ സമകാലികരാണ്. സുന്നത്ത് ജമാഅത്തിന്റെ നേതാവാണ്. ഇസ്ലാമിന്റെ ഭരണകൂടമല്ലേ അഹ്മദ് ബിൻ നസ്ർ റളിയല്ലാഹു അൻഹുവിനെ ഗളച്ഛേദം നടത്തിയിട്ട് 2 സ്ഥലങ്ങളിലായി തലയും ഉടലും മാറ്റിക്കൊണ്ടുപോയി സ്ഥാപിച്ചു. അതാ തലയിരുന്നു കൊണ്ട് കെലിമ ചൊല്ലുകയാണ്, ഉടലിന്റെ ഭാഗത്ത് നിന്ന് സൂറത്തു യാസീൻ കേൾക്കുകയാണ്. അഹ്മദ് ബിൻ നസ്ർ അൽ ഖുസാഇ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. കൊല ചെയ്യപ്പെട്ടിട്ട് മഅ്മൂൻ രാജാവിന്റെ സുറമൻ റആ എന്ന പട്ടണത്തിലേക്ക് മഹാനവറുകളുടെ ശരീരത്തിന്റെ ഒരു ഭാഗം കൊണ്ടുപോയി, മറുഭാഗം തെരുവിൽ പ്രദർശനം നടത്തി. അപ്പോഴും അതാ തലയുടെ ഭാഗത്ത് നിന്ന് കെളിമയുടെ വാചകമാണ്, ഉടലിന്റെ ഭാഗത്ത് നിന്ന് ഖുർആനിന്റെ ശബ്ദമാണ്. അങ്ങനെ ചിത്രപഥം നടത്തിയതാരാണ്? ഈ സമുദായത്തിന്റെ പേരിലുള്ളവരാണ്. മഹാനായ സയ്യിദുനാ ഇസ്ദ് ബിൻ അബ്ദുസ്സലാം സുൽത്താനുൽ ഉലമ എന്നറിയപ്പെട്ട മഹാനാണ്. ബായിഉൽ ഉമറാ, ഭരണാധികാരികളെ കച്ചവടം ചെയ്ത മഹാനാണ്. വലിയ പ്രൗഢിയുള്ള നേതാവാണ് മഹാനായ ഇസ്ദ് ബിൻ അബ്ദുസ്സലാം. ഇസ്ലാമിന്റെ നിയമം പറഞ്ഞിട്ട് അതിശക്തമായി നിലകൊണ്ടപ്പോൾ ഏറെ പീഡനങ്ങൾ അനുഭവിച്ച മഹാനാണ്. ജയിലിൽ കഴിയേണ്ടി വന്ന മഹാനാണ് സയ്യിദുനാ ഹാഫിദ് സുയൂത്തി റഹിമഹുല്ലാഹ്. 700-ൽ പരം ഗ്രന്ഥങ്ങൾ എഴുതിയ, തഫ്സീർ എഴുതിയ മഹാനാണ്. അക്കാലത്ത് ലഭ്യമായ മുഴുവൻ ഹദീസുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ജാമിഉൽ കബീർ എഴുതിയ മഹാനാണ്. അദ്ദുറുൽ മൻസൂർ എന്ന പേരിൽ ഖുർആനിന്റെ തഫ്സീർ എഴുതിയ മഹാനാണ്. എല്ലാ വിജ്ഞാന ശാഖയിലും പ്രൗഢമായ ഗ്രന്ഥങ്ങൾ സംഭാവന ചെയ്ത മഹാനാണ് ഇമാമുന സുയൂത്തി റഹിമഹുല്ലാഹ്. മഹാനവറുകളെ കൽത്തുറുങ്കിലടച്ചില്ലേ?
മഹാനായ ഇമാമുൽ സുയൂത്തി റഹിമഹുല്ലാഹ് മഹാനവറുകളെ ജയിലിൽ അടച്ചു. മഹാനവറുകൾ ജയിലിൽ കിടന്ന് പീഡനങ്ങൾ അനുഭവിച്ചപ്പോഴും കിതാബ് എഴുതിയ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ അൽ ഇമാം നുഐം ബിൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. മഹാനായ നുഐം ബിൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിനെ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇമാമുൽ ബുവൈത്തി തങ്ങളോടൊപ്പം കാൽ ചങ്ങലകളും കൈവലങ്ങും ഇട്ട് കൊണ്ടുപോയി ഇറാഖിലേക്ക് കൊണ്ടുവന്നു. അവസാനം മഹാനവറുകളെ ജയിലിൽ അടച്ചു. വമാത ഫീ സിജ്നിഹി, മഹാനവറുകൾ ജയിലിലാണ് വഫാത്താകുന്നത്. സനത 29 ഹിജ്റ 229 ജയിലിൽ കിടന്ന് വഫാത്തായ ഇസ്ലാമിക അറിവിന്റെ ലോകത്തെ വലിയ ശ്രേഷ്ഠന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളായ നുഐം ബിൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിനെ ജദാ ജയിലിൽ ഇട്ടിട്ട് കൊന്നുകളഞ്ഞു. ഫൗൽഖിയ ഫീ ഹുഫ്റത്തിൻ, എന്നിട്ടൊരു കുഴിയിലേക്ക് അങ്ങ് തള്ളിയിട്ടു. വലം യുകഫൻ വലം യുസല്ല അലൈഹി, കഫൻ പൊതിയുകയോ നിസ്കരിക്കുകയോ ചെയ്തില്ല മഹാനവറുകളുടെ പേരിൽ. ആരാണ്? ഇസ്ലാമിന്റെ പേരിലുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ. മഹാനായ നുഐം ബിൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ എണ്ണിയാൽ എത്രയാണ്? കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ആരാണ് അറിയുമോ സഹോദരങ്ങളെ? ഇമാം ഖാദി ഇയാദ് തങ്ങൾ ആഫ്രിക്കൻ പ്രവിശ്യകളിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക്, മുന്നേറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനാണ്. റബീഉൽ അവ്വലായാൽ ഖാദി ഇയാദ് തങ്ങളെ പറയാത്ത, അല്ലെങ്കിൽ അവിടുത്തെ കിതാബാകുന്ന ശിഫാ ഒരു വരിയെങ്കിലും പരിചയപ്പെടാത്ത ഒരു ആളുണ്ടാവില്ല. ഒരു പണ്ഡിതനും ഒരു മുദരിസും ഉണ്ടാവില്ല. കാരണം ലോകത്തറിയപ്പെട്ട ഏറ്റവും വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതിയ ഗ്രന്ഥമാണ് ഖാദി ഇയാദ് തങ്ങളുടെ അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ ഉടമയായ ഖാദി ഇയാദ് തങ്ങൾ ചെറിയ ഗ്രന്ഥമല്ല ശിഫാ, ചെറിയ എഴുത്തുകാരനല്ല ഖാദി ഇയാദ് തങ്ങൾ. മഹാനവറുകളുടെ ശിഫ എന്ന കിതാബ് ഓതി തുടങ്ങിയിട്ട് അത് പൂർത്തീകരിക്കുന്ന സമയത്ത് വലിയ ചടങ്ങുണ്ടാക്കും. അത്ര വലിയ മഹത്വമുള്ള ഗ്രന്ഥമാണ്. ഒരിക്കൽ ഞങ്ങൾ മക്കൽ മുക്കറമയിൽ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലവി ബിൻ അബ്ബാസ് അൽ മാലിക്കി അൽ മക്കി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ മജ്ലിസിൽ ഒരു ദുആ നടക്കുകയാണ്. അല്ലാഹുവിനോട് തവസ്സുൽ ചെയ്യുകയാണ്. ബിശ്ശിഫാ വഇയാദിഹി, അതാ ശിഫ എന്ന ഗ്രന്ഥവും അതിന്റെ രചയിതാവായ ഖാദി ഇയാദ് തങ്ങളെയും തവസ്സുൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ ദുആ ചെയ്യുന്നു. റബ്ബേ, അത്ര വലിയ മഹത്വമുള്ള ഗ്രന്ഥത്തിന്റെ ഉടമയായ ഖാദി ഇയാദ് തങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പക്ഷത്താണ്. ഒരുപാട് പ്രയാസങ്ങളുടെ ഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ മഹാനവറുകൾ ആലോചിക്കുകയാണ്, അല്ല, ഞാൻ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിട്ട് ശിക്ഷ ഏറ്റുവാങ്ങണോ, ഭരണകൂടത്തിന് ഒത്താശ പാടിയിട്ട് തടി സലാമത്താക്കണോ? പ്രിയമുള്ള സഹോദരങ്ങളെ, അറിയുമോ, മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ആലോചിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പടച്ചവനെ, ഞാൻ പഠിച്ച മതം മറച്ചു വെക്കണമോ, എന്നിട്ട് എന്റെ തടി സലാമത്താക്കണമോ? അതല്ല, ഞാൻ അവിടുന്ന് എന്റെ സത്യം തുറന്നു പറഞ്ഞിട്ട് പ്രയാസം ഏറ്റെടുക്കണോ? അവസാനം തീരുമാനിച്ചു, ഞാൻ അവിടുന്ന് ശിക്ഷ എത്ര വലുതായാലും സത്യം പറയാൻ പോവാണ്. ഹിജ്റ 544 فقام الموحدون بقتله بالرماح.
മഹാനായ ഖാദി ഇയാദ് തങ്ങളെ മുവഹ്ഹിദുകളുടെ പേരിലുള്ള ഗവൺമെന്റ് ഖാദി ഇയാദ് തങ്ങളെ കൊന്നുകളയുകയാണ്. ഹത്താ ഖതഊഹു ഇറബൻ ഇറബാ. ഖാദി ഇയാദ് തങ്ങളെ അരിഞ്ഞരിഞ്ഞ് കഷ്ണങ്ങളാക്കി. ثم قاموا بجمع أسلائه ودفنوها في مكان مجهول بمراكش بلا صلاة ولا غسل. അറിയുമോ സഹോദരങ്ങളെ, മഹാനായ ഖാദി ഇയാദ് തങ്ങൾ ആരാണ്? ലോകമറിയുന്ന പണ്ഡിതനാണ്. ഇന്നും അതാ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും റസൂലുള്ളാഹിന്റെ ചരിത്രം പറയാൻ അവലംബിക്കുന്ന ഗ്രന്ഥത്തിന്റെ ഉടമയായ ഖാദി ഇയാദ് തങ്ങളെ വെട്ടി നുറുക്കി കൊന്നുകളയുകയാണ്. എന്നിട്ടതാ അറിയപ്പെടാത്ത ഒരു പ്രവിശ്യയിൽ മറാക്കിഷ് എന്ന നാട്ടിൽ മഹാനവറുകളെ കൊണ്ടുപോയി ഒരു കുഴിയിലേക്ക് ഇട്ടു. നിസ്കരിച്ചില്ല, കഫൻ പൊതിഞ്ഞില്ല, കുളിപ്പിച്ചില്ല. കഅന്നഹു വാഹിദും മിൻ ഗൈരിൽ മുസ്ലിമീന. അതാ മുസ്ലിമീങ്ങളിൽ പെടാത്ത ഒരാളോട് ചെയ്യും പോലെ ഇസ്ലാമിന്റെ പേരിലുള്ള അന്നത്തെ ഭരണവിഭാഗം മഹാനായ ഖാദി ഇയാദ് തങ്ങളെ കൊന്നുകളഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ആ മഹാനവറുകളുടെ ജനാദ ഖബറടക്കിയ നാട്ടിനെ നസ്രാണികൾക്ക് എഴുതി കൊടുത്തു. ഈ നാട് നിങ്ങളെടുത്തു. അവിടെ ഒരു കനീസയുണ്ടാക്കി. ഫബനൂ ബിജിവാരി ഖബരിഹി കനീസതൻ വബഅദ അദ്ദൂർ. കനീസയുണ്ടാക്കിയിട്ട് ക്രൈസ്തവർക്ക് പതിച്ചു കൊടുത്തു ആ സ്ഥലം. ആരാണ് ഖാദി ഇയാദ് തങ്ങൾ? ആരാണ് ഖാദി ഇയാദ് തങ്ങൾ? മഹാനവറുകൾക്ക് സമാനരായി ഒരാളും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അത്രയും വലിയ പണ്ഡിതൻ. ഹിജറ 544 മഹാനവറുകളെ കൊന്നവരെ ലോകത്തിന് വേണ്ട, മഹാനവറുകളെ എതിർത്തവരെ ലോകത്തിന് വേണ്ട, മഹാനവറുകളെ വിമർശിച്ചവരെ ലോകത്തിന് വേണ്ട. ഇത്രയൊക്കെ ചെയ്തിട്ട് ഖാദി ഇയാദ് തങ്ങളെ ജനങ്ങൾ മറന്നോ? ഇല്ല. മഹാനവറുകളെ ജനങ്ങൾക്ക് മറക്കാൻ പറ്റുമോ? ഇല്ല. ബാക്കി കൂടി ഞാൻ വായിക്കാം. അവസാനം അറിയുമോ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അസ്സ വജല്ല യൻസുറു റസൂലഹു വല്ലദീന ആമനൂ ഫിൽ ഹയാത്തി വൽ ആഖിറ. എന്നിട്ട് മഹാന്മാര് എഴുതുകയാണ്, ഹിജറ 712 സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വമുള്ള ഗവൺമെന്റ് വന്നപ്പോൾ വളരെ വൃത്തികെട്ട നിലക്കുള്ള മുവഹിദുകളുടെ പേരിലുള്ള ഗവൺമെന്റ് അവസാനിച്ചപ്പോൾ അതാ മഹാന്മാരൊക്കെ സന്തോഷിച്ചു പോയി. وأمر القاضي أبو إسحاق بن الصباغ بتسوية ما حول القبر. ഖാദി ഇയാദ് തങ്ങളുടെ ഖബറിന്റെ പരിസരമെല്ലാം നേരെയാക്കി എടുത്തു. വജ്തമഅ الناس عنده. ജനങ്ങളെല്ലാവരും അവിടെ ഒരുമിച്ചുകൂടി. വഖതമുൽ ഖുർആന ഇൻദഹു മറാത്തിൻ കസീറാ. അതാ ലോകത്തുള്ള വിശ്വാസികൾ വന്ന് ആ ഖബറിലിരുന്ന് ഏറെ തവണ ഖുർആൻ ഓതി. बेनिशानों का निशान मिटता नहीं, मिटते मिटते नाम हो ही जाएगा. बेनिशानों का निशान मिटता नहीं, मिटते मिटते नाम हो ही जाएगा. മഹാന്മാരുടെ പേരുകൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അതിങ്ങനെ പൊങ്ങി പൊങ്ങി വരും. ആരൊക്കെ ഊതി അടക്കാൻ ശ്രമിച്ചാലും അണയില്ല, ആരൊക്കെ അടക്കി വെക്കാൻ ശ്രമിച്ചാലും അടങ്ങില്ല. അതാണ് ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, നേതാക്കളുടെ ഗുണം. സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹിയെ എതിർക്കാൻ വേണ്ടി റോമിൽ ടാക്സ് ഉണ്ടായിരുന്നു. ആ ടാക്സിന്റെ പേര് സലാഡീൻ ടാക്സ് എന്നാണ്. റോമിൽ വെച്ചുകൊണ്ട് ക്രൈസ്തവ റോം പറഞ്ഞു, ഇവിടെ നിന്ന് മുഴുവനും ഓരോ വീട്ടിൽ നിന്ന് ഓരോ പട്ടാളക്കാർ പോണം. എവിടെ? സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളെ തോപ്പിക്കാൻ.
പട്ടാളത്തെ വിടാനില്ലാത്ത വീട്ടുകാരൊരു പട്ടാളക്കാരനുള്ള ചെലവ് തരണം. അതിനാണ് സലാഡിൻ ടാക്സ്. അതെല്ലാം ഇറക്കി നോക്കി. ഒരു വേള മഹാനവർകൾ 10,000 പട്ടാളത്തോട് 1000 പേരെ കൊണ്ട് നേരിട്ട് രംഗം മഹാനവർകളുടെ ചരിത്രത്തിൽ കാണാം. ഇതെല്ലാം പറയുമ്പോൾ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങൾ വലിയ ആലിമ, ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാനാണ്. കർമ്മശാസ്ത്രത്തിലും വ്യാകരണശാസ്ത്രത്തിലും നിദാനശാസ്ത്രത്തിലും ഓരോ ഗ്രന്ഥങ്ങളുടെ മത്തനുകൾ കാണാതെ പഠിച്ച മഹാനാണ്. വലിയ പണ്ഡിതനാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്ത മുഴുവനും ഓതിയിട്ടുള്ള മഹാനാണ്. വലിയ ആലിമാണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ നീതിയുടെ പര്യായമാണ്. എത്രയോ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അതിന് ഇപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ മഹാനായ സയ്യിദുനാ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി എന്തെങ്കിലും അപരാധം ചെയ്തതിന്റെ പേരിലല്ല മുസൽമാന്റെ പേരിലുള്ള ആളുകൾ ആക്രമിച്ചത്. ശരിയായ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അടിയുറച്ചങ്ങ് നിന്നപ്പോ ഖാദി ഇയാദ് തങ്ങളെ വേദന അനുഭവിച്ചില്ലേ? ഓ ക്യാ മർതബാ ഹേ തേരാ, അള്ളാന്റെ ഹബീബിന്റെ സ്ഥാനം എത്ര ഉന്നതമാണ്, അവിടുത്തെ അനുയായികളുടെ പദവി എത്ര ശ്രേഷ്ഠമാണ്. ഇതെന്റെ അറിവിന്റെ നിറവുകളെ തുറന്നു തരാനുള്ള വേദിയല്ല, എന്റെ വിവരത്തിന്റെ വിധാനങ്ങളെ വിതരണം ചെയ്യുവാനുള്ള സദസ്സല്ല, എന്റെ പരിജ്ഞാനത്തിന്റെ പാഠങ്ങളെ നിങ്ങൾക്ക് പകർന്നു തരാനുള്ള സദസ്സുമല്ല. ഞാനൊരു അറിവാളനല്ല, ഒരു വിജ്ഞാനിയല്ല. ഈ സദസ്സ് മദീനത്തെ ഉമ്മരത്തെ മർമ്മരമുയർത്തേണ്ട സദസ്സാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഉയരട്ടെ. മദീനയുടെ ഉമ്മരത്തേക്ക് എന്റെയും നിങ്ങളുടെയും കരളിന്റെ കാതലായ പ്രണയത്തിന്റെ പര്യായമായ സ്നേഹത്തിന്റെ സഹജഭാവമായ ലോകത്തിന്റെ മുഴുവനും കരുണയുടെ അരുണ വർഷമേ മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ. നിങ്ങൾക്ക് കാറ്റുകൊണ്ട് തണുത്തുപോയോ? അതോ പാലക്കാട് ജില്ലയിൽ പൊതുവെ ശബ്ദം കുറവാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തുകയാണ്. അല്ലാഹു തആല ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകാനുള്ള ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ സയ്യിദുനാ ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങളുപ്പാപ്പ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും സാദാത്തുക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ ഇരുത്തിയിട്ട് ഞാൻ നീട്ടി സംസാരിക്കുന്ന ഒരു നിലക്ക് ഉചിതമല്ല. എന്നാൽ പറഞ്ഞു വന്നതിന് 1-2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന്റെ സംരക്ഷണത്തിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചവരാണ്. അതിൽ ഇസ്ലാമിക ചരിത്രത്തിന്റെ വളരെ വേദനാജനകമായ ഒരു അധ്യായം
ഇസ്ലാമിന്റെ പേരിലുള്ളവരാണ് പണ്ഡിതന്മാരെ കൂടുതലും വേദനിപ്പിച്ചത്, പ്രയാസപ്പെടുത്തിയത്. മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയെ ആക്രമിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തു ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകൾ. അവസാനം ഹിജറ 712 ബഹുമാനപ്പെട്ടവരുടെ ഖബറിടം ഉൾക്കൊള്ളുന്ന സ്ഥലം പുനർജനിപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അവിടേക്ക് വന്ന് ബഹുമാനപ്പെട്ടവരുടെ ഖബർ സിയാറത്ത് ചെയ്യുകയും ഖുർആൻ ഖത്മാക്കുകയും ചെയ്തു. അതുപോലെ മറ്റൊരു മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ നസായി റഹ്മത്തുള്ളാഹി അലൈഹി. ലോകപ്രസിദ്ധമായ 6 ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥത്തിന്റെ ഉടമയായ ഇമാമുൻ നസായി റഹ്മത്തുള്ളാഹി അലൈഹി ഹബീബാഹുവിന്റെ ഹദീസ് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന് വേണ്ടി സേവനം ചെയ്ത മഹാനാണ്. ആ മഹാനായ നസായി ഇമാമുതങ്ങളുടെ അവസാനം എങ്ങനെയെന്നല്ലേ? പേരിലുള്ള വിരോധികൾ തന്നെ ബഹുമാനപ്പെട്ടവർക്കെതിരെ ആക്രമണം ആരംഭിക്കുകയാണ്. മഹാനവറുകൾ ശീഈ വിഭാഗത്തിലെ റാഫിദി ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. റാഫിദി ഗ്രൂപ്പിൽപ്പെട്ടയാളാണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നസായി ഇമാമുതങ്ങളെ വഖദൂ യദ്രിബൂനഹു, ബഹുമാനപ്പെട്ട നസായി ഇമാമുതങ്ങളെ തല്ലുകയാണ്. അവസാനം എല്ലാ അടിമുടി മഹാനവറുകളെ തല്ലി ക്ഷീണിതനായി ബഹുമാനപ്പെട്ട 85 വയസ്സുള്ള നസായി ഇമാമുതങ്ങളെ പള്ളിയിൽ തളർന്നു വീഴുമ്പോൾ ثم أخرجوه من المسجد بلا رحمة ولا شفقة, ഒരു കാരുണ്യമോ ദയയോ ഇല്ലാതെ മഹാനവറുകളെ പള്ളിയിൽ നിന്ന് വലിച്ചു പുറത്താക്കി. പള്ളിയിൽ ഇട്ട് തല്ലിച്ചതച്ച് കളഞ്ഞതാരാണ്? ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകളാണ്. ആരെയാണ് ഇന്നും പ്രമാണമായി സ്വീകരിക്കുന്ന സുനനുൻ നസായിയുടെ സമാഹർത്താവായ അബ്ദുറഹ്മാൻ അൻ-നസായി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ അതാ പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തി. ഹിജറ 303 സഫർ 13 മഹാനവറുകൾ പറഞ്ഞു, എന്നെ ഒന്ന് മക്കയിലേക്ക് എത്തിക്കുമോ? ഞാൻ അവിടെ മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അവിടേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് മഹാനവറുകൾ വഫാത്തായി പോയി. നസായി ഇമാമുതങ്ങളെ കൊല ചെയ്തു കളഞ്ഞതും ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകളാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശാഫിഈ മദ്ഹബിലെ വലിയ പണ്ഡിതനായിരുന്നില്ലേ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാമുൻ അത്ബരി റഹ്മത്തുള്ളാഹി അലൈഹി? വലിയ ചരിത്രമുള്ള മഹാനാണ്, ഖുർആൻ വ്യാഖ്യാതാവാണ്. ഏറെ ഉദാഹരണങ്ങൾ മഹാനവറുകളുടെ ജീവിതത്തിലെ അറിവിന്റെയും സൂക്ഷ്മതയുടെയും പറയാനുണ്ട്. അവസാനം മഹാനവറുകളെയും ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകൾ തന്നെ കൊല ചെയ്ത് കളയുകയാണ്. ദുഫിന ലൈലൻ ഖൗഫൻ മിനൽ ആമ്മാ, മഹാനവറുകളെ ശീഈ വിഭാഗത്തിൽപ്പെട്ടയാളാണെന്ന് ആരോപിച്ചുകൊണ്ട് അതാ ആളുകൾ പീഡിപ്പിച്ചു, പ്രയാസപ്പെടുത്തി. അവസാനം പകലവിടുത്തെ ജനാസ അടക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിലാണ് മഹാനവറുകളുടെ ജനാസ വീടിന്റെ ഉള്ളിൽ അടക്കുകയാണ്. എന്നാൽ മഹാനവറുകളെ മഹാന്മാരെ മറച്ചു വെക്കാൻ ലോകത്താർക്കും സാധ്യമല്ല. വസല്ലാ അലാ ഖബരിഹി, മഹാനവറുകളുടെ ഖബറിന്റെ അടുക്കൽ നിസ്കരിക്കുകയാണ്. ഏറെ മാസങ്ങൾ ജനങ്ങൾ വന്ന് നിസ്കരിക്കുന്നു. ലൈലൻ വനഹാറ, രാപ്പകലിൽ വ്യത്യാസമില്ലാതെ മഹാനവറുകളുടെ ഖബറിന്മേൽ ജനങ്ങൾ വന്ന് നിസ്കരിക്കുകയാണ്. മഹാനായ തബരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയും സുന്നത്ത് ജമാഅത്തിന്റെയും
ഹനഫിയുടെയും ശാഫിഈ മദ്ഹബിന്റെയും പക്ഷത്ത് നിന്നപ്പോൾ ആരോപണത്തിന്റെ മൂടുമടങ്ങളിൽ ആക്രമിക്കപ്പെട്ട മഹാനാണ്. കഹീ കർതേ നഹീ ഇദ്ഹാർ ചുപ് ഹേ ഹമേ തോ ഹുക്ം ഹേ സർക്കാർ ചുപ് ഹേ. മഹാനായ ഇമാമുന തബരി റഹ്മത്തുള്ളാഹി അലൈഹിയും പീഡിപ്പിച്ചങ്ങ് പ്രയാസപ്പെടുത്തി. പക്ഷേ ആരോപണങ്ങൾ ഉന്നയിച്ചവരും പീഡിപ്പിച്ചവരും ചരിത്രത്തിൽ നിന്ന് മറഞ്ഞുപോയി എന്നല്ലാതെ പീഡനം അനുഭവിച്ച നേരിന്റെ വക്താക്കളെ മറയ്ക്കാൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല. ഒറ്റ കാര്യം കൂടി വായിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആയിരക്കണക്കിന് ഇമാമീങ്ങൾ തീജ്വാലകൾ താണ്ടിയിട്ടാണ് ദീൻ വളർത്തിയത്. അതിൽ ആരോപണങ്ങൾ അനുഭവിച്ചവരുണ്ട്, അഗ്നിജ്വാലകൾ കടന്നു വന്നവരുണ്ട്, സമുദ്രങ്ങൾ താണ്ടിയവരുണ്ട്, അഭിമാനക്ഷതം ഏറ്റതിന്റെ പേരിൽ അകത്തളങ്ങളിൽ കഴിയേണ്ടി വന്നവരുണ്ട്, ആരോപണത്തിന്റെ മൂടുപടങ്ങളാൽ നാടുവിടേണ്ടി വന്നവരുണ്ട്. ഇതിനെല്ലാമുള്ള ഉദാഹരണങ്ങൾ ഇമ്മത്ത് എഴുതുന്നുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഇമാമുന ശഅറാനി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ യവാഖീത് വൽ ജവാഹിറിൽ എഴുതുകയാണ്, പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ നബിമാർക്കും എതിരാളികൾ ഉണ്ടായിരുന്നു. ആദം നബിക്ക് ഇബ്ലീസ് ഉണ്ടായിരുന്നു, നൂഹ് നബി അലൈഹിസ്സലാമിന് ഹാമും മറ്റുള്ളവരും ഉണ്ടായിരുന്നു, ദാവൂദ് നബിക്ക് ജാലൂത്ത് ഉണ്ടായിരുന്നു, സുലൈമാൻ നബിക്ക് സഹർ ഉണ്ടായിരുന്നു, ഈസാ നബി അലൈഹിസ്സലാമിന് ആദ്യകാലത്ത് ബുഖ്തനസർ ഉണ്ടായിരുന്നു. ഇനിയുള്ള സെക്കൻഡ് കമ്മിങ്ങിൽ ഈസാ നബി അലൈഹിസ്സലാമിനെതിരെ ദജ്ജാൽ ഉണ്ടാകും. ഇബ്രാഹിം നബിക്കെതിരെ നമ്രൂദ് ഉണ്ടായിരുന്നു, മൂസാ നബിക്കെതിരെ ഫിർഔൻ ഉണ്ടായിരുന്നു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ അബൂജഹൽ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങളെ എല്ലായിടത്തും വാച്ച് ചെയ്തുകൊണ്ട് കുറ്റപ്പെടുത്താൻ ആളുണ്ടായിരുന്നു. എന്നിട്ട് എവിടെ വരെ എന്നറിയുമോ? വനസബു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇല റിയാഇ വന്നിഫാഖ്. കേട്ടോ സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ ലോകമാന്യനാണെന്നും കപടവിശ്വാസിയാണെന്നും ഒരു സംഘം ആളുകൾ പറയുകയും ഫസബ്ബു അലാ റഅസിഹി മാഅൻ ഹമീമാ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ നിസ്കരിക്കുമ്പോൾ തിളച്ച വെള്ളം കൊണ്ടുവന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങളുടെ തലയിൽ ഒഴിച്ചു കൊടുത്തു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ സ്വഹാബിയാണ്, വലിയ പദവിയുള്ള മഹാനാണ്. ആ വലിയ മഹത്വമുള്ള അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ തങ്ങൾ നിസ്കാരം ശരിയാകാത്ത ആളാണ്, ലോകമാന്യനാണ്, കപടവിശ്വാസിയാണ് എന്ന ആരോപണം പറഞ്ഞ് നിസ്കരിക്കുമ്പോൾ തിളച്ച വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തു. فزلع وجهه ورأسه وهو لا يشعر. മഹാനവറുകൾ അറിയുന്നില്ല, തലയും മുഖവുമൊക്കെ പൊള്ളിപ്പോയി. ഫലമ്മാ സല്ലമ മിൻ സ്വലാത്തിഹി, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോൾ മഹാനവറുകൾ ചോദിക്കുകയാണ്, എന്താണ് സംഭവിച്ചത്? കാരണം നിസ്കാരത്തിൽ ഇരുന്നപ്പോൾ അല്ലാഹുവിലേക്ക് സംഭാഷണം നടത്തുന്ന മഹാനവറുകൾ അറിഞ്ഞില്ല. അപ്പൊ നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്താണ് പറ്റിപ്പോയത്? എന്റെ മുഖവും തലയൊക്കെ പൊള്ളിപ്പോയല്ലോ. കൂടെയുള്ളവര് കാര്യം പറഞ്ഞു കൊടുത്തു. ഉടനെ മഹാനവറുകൾ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. മഹാനവറുകൾ അല്ലാഹുവിലേക്ക് അങ്ങ് തവക്കുലാക്കി. ഏറെ നാള് പൊള്ളിയ വേദനയും കൊണ്ട് നടന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകളെ വല്ലാതെ ശല്യപ്പെടുത്തി. എന്നിട്ടതാ എതിരാളി പറയുകയാണ്, നാഫിഉ ഇബ്നുൽ അസ്റഖ് പറയുകയാണ്, ഇന്നഹു യുഫസ്സിറുൽ ഖുർആന ബിഗൈരി ഇൽമിൻ.
വിവരമില്ലാതെ ഖുർആൻ വ്യാഖ്യാനം നടത്തുന്നയാളാണെന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾക്കെതിരെ ആരോപണം പറഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങളോ റഈസുൽ മുഫസ്സിരീൻ, ഹബീബിന്റെ സമ്മതം കിട്ടിയ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനെതിരെ കൂഫയിലുള്ള ചില ആളുകൾ തിരിഞ്ഞു, മഹാനവറുകളെ ശല്യപ്പെടുത്തി. മഅന്നഹു മശ്ഹൂദുൻ ലഹു ബിൽ ജന്ന, മഹാനവറുകൾ സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ച മഹാനായിട്ട് പോലും സഅദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വഅബി, ആ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾക്കെതിരെ ഒരു സംഘം ആളുകൾ വന്നു. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ശരിക്ക് നിസ്കരിക്കാത്ത ആളാണ്. മദ്ഹബിന്റെ ഇമാമുകളെ കുറിച്ച് ഇപ്പോൾ ഞാൻ ഇവിടെ എണ്ണുന്നില്ല. മഹാന്മാരായ ഇമാമിയങ്ങളും ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇമാം ബുഖാരി തങ്ങൾ ബുഖാറയിൽ നിന്ന് സമർഖന്ദിലെ ഖർത്തങ്കിലേക്ക് നാടുകടത്തപ്പെട്ടു. അതുപോലെ തന്നെ അബൂ യസീദുൽ ബസ്താമി തങ്ങളെ 7 പ്രാവശ്യം നാടുകടത്തി. ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി തങ്ങളെ മിസ്റിൽ നിന്ന് ബഗ്ദാദിലേക്ക് നാടുകടത്തി. എങ്ങനെയാണ്? മുഖയ്യദൻ മഗ്ലൂലാ, കാൽച്ചങ്ങലകളും കൈവലങ്ങും ഇട്ടിട്ട് കൊണ്ടുപോയി. വസാഫറ മഅഹു അഹ്ലു മിസ്റ, മിസ്റിലുള്ള ചില ആളുകളും കൂടെ പോയി. യശ്ഹദൂന അലൈഹി ബിസ്സന്ദഖാ, മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനെ വിലങ്ങിട്ട് കൊണ്ടുപോയിട്ട് ചില ആളുകൾ കൂടെ പറഞ്ഞു, ഇത് സിന്ദീഖാണ്, ഇത് കപടഭക്തനാണെന്ന് ദുന്നൂനുൽ മിസ്രി തങ്ങളെ ആക്ഷേപിച്ചു. ബഹുമാനപ്പെട്ട സിംനൂനുൽ മുഹിബ്ബ് റളിയല്ലാഹു അൻഹു ഇമാമുൽ ഖുശൈരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ട സിംനൂനുൽ മുഹിബ്ബ് റളിയല്ലാഹു അൻഹുവിനെതിരെ വൃത്തികെട്ട ആരോപണങ്ങൾ നടത്തി. വറശൗ ഇംറഅതൻ മിനൽ ബഗായ, എന്നിട്ടതാ ഒരു വ്യഭിചാരി പെണ്ണിന് കൈമടക്ക് കൊടുത്തു. ഫദ്ദഅത അലൈഹി, എന്നിട്ട് ഈ പെണ്ണ് പോയി പറഞ്ഞു, മഹാനായ സിംനൂനുൽ മുഹിബ്ബ് തങ്ങൾക്കെതിരെ ആക്ഷേപം പറഞ്ഞുണ്ടാക്കി. അക്കാരണത്താൽ കുറെ കാലം മഹാനവറുകൾക്ക് ഏകാന്തമായ വാസം സ്വീകരിക്കേണ്ടി വന്നു. സഹ്ലു ബിൻ അബ്ദുല്ലാഹി തുത്തുരി റളിയല്ലാഹു അൻഹുവിനെ നാടുകടത്തി. എന്നിട്ട് മഹാനവറുകൾക്കെതിരെ വൃത്തികെട്ട ആരോപണം പറഞ്ഞു, കാഫിറാണെന്ന് പറഞ്ഞു. മഅ ഇമാമതിഹി വജലാലതിഹി, അവിടുന്ന് വലിയ നേതാവും പ്രൗഢിയുള്ള മഹാനുമായിരിക്കെ തന്നെ. അങ്ങനെ ഓരോ ഉലമാക്കളെയും ആക്ഷേപം കൊണ്ട് അതാ ഒരുപാട് ഇസ്ലാമിന്റെ പേരിലുള്ള ആളുകൾ, ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെ കുറ്റം പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അതാ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു, മുഹമ്മദ് ബിൻ ഫളൽ അൽ ബൽഖി എന്നവരെ നാടുകടത്തി. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരെ നാടുകടത്തുന്ന നേരത്ത് മഹാനവറുകളെ കെട്ടിവിലങ്ങിട്ട് പരസ്യമായി കൊണ്ടുപോകുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എന്നെ ഇവിടുന്ന് നാടുകടത്തുന്നുണ്ടെങ്കിൽ എന്നെ തെരുവിലൂടെ പരസ്യമായി കൊണ്ടുപോകണം, എന്നിട്ട് നിങ്ങൾ എന്റെ പേരിലുള്ള കുറ്റം പറയണം. അപ്പോൾ മഹാനവറുകളെ കെട്ടിവലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ നാട്ടുകാരിലേക്ക് തിരിഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, നസഅല്ലാഹു മിൻ ഖുലൂബികും മഅരിഫതഹു, അല്ലാഹു നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മഅരിഫത്ത് ഊരിക്കളയട്ടെ. ഒരുപാട് ഔലിയാക്കൾ ഉണ്ടായിരുന്ന ബൽഖിൽ പിന്നീട് ഔലിയാക്കൾ ഉണ്ടായിട്ടില്ല എന്ന മഹാനവറുകൾ എഴുതുകയാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് ബിൻ ഹുസൈൻ റാസി റളിയല്ലാഹു അൻഹുവിനെതിരെ അക്കാലഘട്ടത്തിലെ കുറെ ആളുകൾ, കുറെ സൂഫിയാക്കളടക്കം എതിര് നിന്നു, മഹാനവറുകളെ ആക്ഷേപിച്ചു. അതുപോലെ വശഹിദു അല ശിബ്ലി ബിൽ കുഫ്രി, ഇമാം ഷിബിലി തങ്ങൾക്കെതിരെ കാഫിറാണെന്ന വാദം വന്നു. ബഹുമാനപ്പെട്ടവരെ കൊണ്ടുപോയി ആക്ഷേപത്തിന്റെ പേരിൽ മഹാനവറുകൾ കാഫിറാണെന്നുള്ള തുടങ്ങിയ കുറ്റങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂബക്കർ അൻ-നാബുൽസി റളിയല്ലാഹു അൻഹുവിനെ നാടുകടത്തി. എന്നിട്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ,
വശഹിദൂ അലൈഹി ബിസ്സന്ദഖ. അബൂബക്കർ നാബുൽസി തങ്ങൾ സിന്ദീഖാണെന്നവരെ പറയുകയും മഹാനവറുകളെ തലകീഴായി കെട്ടിത്തൂക്കിയപ്പോൾ മഹാനവറുകൾ ഖുർആൻ ഓതുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം നസീമി റളിയല്ലാഹു അൻഹുവിനെ ചതിയിൽപ്പെടുത്താൻ വേണ്ടി ഒരു സംഘം ആളുകൾ ഒരു ഷൂ തുന്നിയുണ്ടാക്കി. എന്നിട്ട് ചെരുപ്പ് തുന്നുന്ന ആളോട് പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എഴുതിയ ഒരു കടലാസ് ആ ചെരുപ്പിന്റെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഈ ഷൂ മഹാനവറുകളിലേക്ക് എത്തിച്ചു കൊടുത്തു. ആ ഷൂ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ഗവൺമെന്റിൽ പോയി പരാതി പറഞ്ഞു, കണ്ടില്ലേ ഈ നസീമി, അദ്ദേഹം ചെരുപ്പിന്റെ ഉള്ളിൽ ഖുൽ ഹുവല്ലാഹ് എഴുതി ചവിട്ടിക്കൊണ്ട് നടക്കുന്ന ആളാണ്. പിടിച്ച് പരിശോധിക്കുമ്പോൾ ശരിയാണ്, മഹാനവറുകളെയും കൊല ചെയ്തു കളഞ്ഞില്ലേ. പ്രിയമുള്ള സഹോദരങ്ങളെ, അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിനെ സിന്ദീഖാണെന്ന ആരോപണം പറഞ്ഞു. അവരാക്ഷേപം നടത്തി. ബഹുമാനപ്പെട്ട ഇസ്സ് ബിൻ അബ്ദുസ്സലാം തങ്ങളെ അവർ കുറ്റം പറഞ്ഞു. വറമൗ അശ്ശൈഖ് താജുദ്ദീൻ അസ്സുബ്ഖി ബിൽ കുഫ്രി. മഹാനായ താജുദ്ദീൻ അസ്സുബ്ഖി റഹ്മത്തുള്ളാഹി അലൈഹി ആരാണ്? ലോകത്ത് മുഴുവനും പ്രമാണമായ മഹാനാണ്. അതുപോലെ തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങൾക്ക് അവലംബിക്കുന്ന മഹാനായ സുബ്ഖി ഇമാം തങ്ങളെ കാഫിറാണെന്ന് പറയാനെന്ന ആളുകൾ വന്നു. വശഹിദൂ അലൈഹി അന്നഹു യഖൂലു ബിഇബാഹത്തിൽ ഖംറി വൽ ലിവാത്തി. ബഹുമാനപ്പെട്ട സുബ്ഖി ഇമാം തങ്ങൾ കള്ള ഹലാലാണെന്ന് പറഞ്ഞയാളാണ്, സ്വർഗഭോഗം ഹലാലാണെന്ന് പറഞ്ഞയാളാണ് എന്നീ ആരോപണങ്ങൾ മഹാനവറുകൾക്കെതിരെ ആക്ഷേപിച്ചു. എന്നിട്ട് പറഞ്ഞു, രാത്രിയായാൽ മ്യൂസിക്കൽ ഉപകരണങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളാണ് എന്ന ആക്ഷേപം പറഞ്ഞിട്ട് മഹാനവറുകളെ ബഹുമാനപ്പെട്ടവരെ സിറിയയിൽ നിന്ന് ഈജിപ്തിലേക്ക് ബന്ധിച്ചു നാടുകടത്തി. ജമാലുദ്ദീൻ അൽ-ഇസ്നവി തങ്ങളെ കൊന്നുകളയാൻ ശ്രമിച്ചു. ഇതുപോലെ ഒരുപാട് മഹാന്മാരെ ആക്ഷേപങ്ങൾ പരത്തുകയും അതുപോലെ തന്നെ കുറ്റം പറയുകയും ചെയ്ത് അഇമ്മത്തിനെ മുഴുവനും പ്രയാസപ്പെടുത്തി. ഇങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ മുഴുവനും ഓരോ കാലഘട്ടത്തിലും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തിയിട്ടുള്ളത്. അവരുടെ പിൻഗാമികളായ അഇമ്മത്ത്, ഇമാമുകൾ, ഉസ്താദുമാർ ഇന്നും അത്തരം പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് നമ്മുടെ ദീനിന് നേതൃത്വം നൽകുന്നത്. അല്ലാഹു ജല്ല ജലാലുഹു മുൻകാല അയിമ്മത്തിന് നൽകിയ ഇസ്സത്തും പ്രതാപവും അവർക്ക് നൽകിയ സ്വാലിഹീങ്ങളുടെ ഇടയിലുള്ള ഖബൂലിയത്തിന്റെ തുടർച്ച നമ്മുടെ ഉസ്താദുമാർ, മശായിഖുമാർ, സാദാത്തുക്കൾക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്പസമയം നീണ്ടുപോയി എന്ന് എനിക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദസ്സുകളും അവന് പൊരുത്തപ്പെട്ട നിലക്ക് ആക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചോദിക്കുകയാണ്. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.